ഹായ്, ഞാൻ ജാസിം മുഹമ്മദ്. തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10 ബി ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇവിടെ 8ാം ക്ലാസ്സിലാണ് വന്നു ചേർന്നത്. വന്നതിന് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ സ്കൂൾ ലൈബ്രറിയിൽ അംഗത്വം എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ 200ഓളം പുസ്തകങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട്. എന്റെ വായനാ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ഈ സ്കൂൾ ലൈബ്രറി. ഞാൻ അന്നേ വരെ വായിക്കാൻ കഴിയാതിരുന്ന പുസ്തകങ്ങൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വായിക്കാൻ സാധിച്ചു. ഏ- എന്റെ ഇംഗ്ലീഷ് നോളജ് വർദ്ധിപ്പിക്കാനും ഈ പുസ്തകങ്ങൾ എനിക്ക് കാരണമായി. ഞാൻ അധികവും ഫിക്ഷൻ ആൻഡ് ഫാന്റസി കാറ്റഗറിയിലുള്ള പുസ്തകങ്ങളാണ് വായിച്ചിരുന്നത്. ഇവിടെ എല്ലാ പുസ്തകങ്ങളും കാറ്റഗറൈസ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ചേരുന്ന പുസ്തകങ്ങൾ എടുക്കാനും പുതിയ പുസ്തകങ്ങൾ കണ്ടെത്താനും എനിക്ക് സാധിച്ചു. ഞാൻ വായിച്ചതിൽ ചില പുസ്തകങ്ങൾ എന്താ പേഴ്സി ജാക്സൺ സീരീസ്, ഡിവർജൻ സീരീസ്, ഹാരി പോട്ടർ സീരീസ്, ആർട്ടിക്കൽ ഫോർ സീരീസ് തുടങ്ങിയ നോവലുകളും വൺ പീസ്, ജുത്സു കൈസൻ, നറൂട്ടോ തുടങ്ങിയ ജാപ്പനീസ് കോമിക്സുകളുമാണ്. എനിക്ക് നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ വായിച്ച പേഴ്സി ജാക്സൺ സീരീസ് എന്ന നോവലാണ്. ജാപ്പനീസ് കോമിക്സുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൺ പീസ് എന്ന ഒരു കോമിക്സുമാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ തപ്പിയിട്ട് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പാഠപുസ്തകത്തിൽ അവ എഴുതി രേഖപ്പെടുത്തിയാൽ ഉടനെ കഴിയുന്നത് വേഗത്തിൽ ആ പുസ്തകങ്ങൾ ഇവിടെ ഓർഡർ ചെയ്ത് വരുത്തുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകത്തെ പറ്റി ഞാൻ 2 വാക്ക് സംസാരിക്കാം. അതിന്റെ പേര് പേഴ്സി ജാക്സൺ എന്നാണ്. ഇത് ഇംഗ്ലീഷ് എഴുത്തുകാരനായ റിക്രിയോട് എഴുതിയ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ്. ഇതിൽ ഗ്രീക്ക് ആൻഡ് റോമൻ മിത്തോളജിയാണ് ബേസ് ചെയ്തിട്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇതില് പ്രധാന കഥാപാത്രമായ പേഴ്സി ജാക്സൺ ഒരു ഡെമിഗോഡാണ്. അവൻ നടത്തുന്ന യാത്രകളും അഡ്വഞ്ചറുമാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. എനിക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെടാൻ കാരണം പണ്ട് കാലത്ത് നടന്ന മിത്തോളജി ഈ മോഡേൺ ടൈമുമായി എങ്ങനെയാണ് ഈ പുസ്തകം ബ്ലെൻഡ് ചെയ്യുന്നത് എന്ന ആ ഒരു സ്റ്റൈലും ആ ഒരു രീതിയുമാണ് എന്റെ ഈ പുസ്തകത്തിൽ കണ്ടുപിടിച്ചത്. ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ ഫിക്ഷൻ ആൻഡ് ഫാന്റസിയിലോട്ട് വളരെയധികം ആകർഷകനാവുകയും ചെയ്തു. ഇത്തരം പുസ്തകങ്ങളെല്ലാം തന്നെ വായിക്കാൻ എനിക്ക് സാധിച്ചു വരുന്നതിന് ഈ സ്കൂൾ ലൈബ്രറിയുടെ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അതിനുള്ള നന്ദി കടപ്പാട് ഞാൻ അറിയിക്കുന്നു. താങ്ക് യു.